2 കോഴിമുട്ടയൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ച് കമ്പനി പോയാൽ എന്താവാനാണ് അല്ലേ? അപ്പോൾ ഇതാ പിടിച്ചോട്ടെ ഒരു കിടുക്കാച്ചി സാധനം. അതിന് വേണ്ടിയിട്ടേ ഒരു പാനിലോട്ട് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് അങ്ങ് ചൂടാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് നല്ല ചെറുതാക്കി അരിഞ്ഞ ഒരു പകുതി സവാള ഇട്ട് വഴറ്റി കൊടുക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു പകുതി തക്കാളിയോട് ചേർത്ത് കൊടുക്കണം. ഈ തക്കാളിയൊക്കെ നല്ലോണം അങ്ങോട്ട് വെന്തുടഞ്ഞു വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഓഫ് ചെയ്തോളൂ കേട്ടോ. അതിന് ചൂടാറട്ടെ. ഇനി ഉണ്ടല്ലോ ഒരു പാത്രത്തിലോട്ടെ 3 കോഴിമുട്ട അങ്ങ് പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കിയ പാത്രമില്ലേ, ആ സെയിം പാത്രത്തിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളുടെ ഈ ഒരു കോഴിമുട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ മുട്ട ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടിങ്ങ് വരും. ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് വശം ഉണ്ടല്ല, ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വെന്ത് വരുന്ന സമയത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മസാല ഇല്ലേ, അത് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു സൈഡിലേക്ക് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് പരത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് ഗ്രേറ്റ് ചെയ്ത കുറച്ച് ക്യാരറ്റും അതേപോലെ ചെറുതാക്കിയായിരുന്നു ക്യാബേജും പിന്നെ ക്യാപ്സിക്കും ഇട്ട് കൊടുക്കുക. ഇതിനകത്തുണ്ടല്ലോ ഈ പച്ചക്കറിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതിയിട്ടാ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മോസറല്ല ചീസ് കൂടെ ചേർത്ത് കൊടുക്കണം. ഒറിഗാനോൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും ചേർത്തോളൂ കേട്ടോ. എന്നിട്ട് ഈ മുട്ടൻ്റെ മറ്റേ സൈഡ് വെച്ചിട്ട് ഇതിനങ്ങോട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഈ വക്കില്ലാത്ത പാൻ ആണെങ്കിൽ ഇത് മറിച്ച് കൊടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ. ഇനി ഉണ്ടല്ലോ ഇതങ്ങോട്ട് അടച്ച് വെക്കി നമ്മുടെ ചീസൊക്കെ നല്ലോണം അങ്ങോട്ട് മെൽറ്റായി വരണ വരെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. മുട്ടയാണ് അല്ലെങ്കിൽ അടി വെച്ച് നന്നായിട്ട് അങ്ങ് കരിഞ്ഞു പോവേ. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. ചൂടറിയാൽ അത്ര വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ മുട്ട പൊരിച്ചാൽ തന്നെ നല്ല ചൂടിയും കഴിക്കുന്ന ആ ഒരു ഫീല് ചൂടറിയാൽ കിട്ടുമൊന്നുമില്ലല്ലോ. പിന്നെ